ജിയോ ബേബി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജിയോ ബേബി, അങ്ങനെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളൊക്കെ താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എങ്ങനെയാണ് പ്രതികരണം? ഞാൻ ഇപ്പോൾ ന്യൂസിൽ കൂടെ കേട്ടിട്ടുള്ള വിവരങ്ങളാണ്. റിപ്പോർട്ട് മുഴുവനൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് കൃത്യമായി ഇപ്പോ എന്താ പറയാ ഒരു ഒരു വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് കിട്ടി. ഇത്തരം പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ 5 വർഷം മുന്നേ നമ്മൾ ഉന്നയിച്ച പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾ നമുക്കുണ്ടോന്ന് മനസ്സിലായി. ഇനി മാത്രമേ നമുക്കിതിന് ഇനി എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ, നമ്മൾ ഇടപെടുന്ന സിനിമകളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. അതായത് പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞത് ഒരു തരത്തിൽ ഇത്രയും എന്താ പറയാ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതുണ്ടെന്ന് വിളിച്ചു പറയാൻ കാണിച്ച ആൾക്കാർ അതിപ്പോ ഇങ്ങനെ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യർ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇനി പ്രശ്നങ്ങളെല്ലാം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അത് ശരിയാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കാര്യമായി ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ്. പലരും മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുന്നിലേക്ക് വന്നതാണ്. പലരുടെയും സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് വന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരുമ്പോൾ അതിന്റെ ഒരു പരിഹാരം അതായിരിക്കും നമ്മൾ തേടുന്നതും. അത് വളരെ വേഗത്തിൽ ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ വിശകലനം ചെയ്യുമ്പോൾ വേഗത്തിൽ വരേണ്ടതല്ലേ? അങ്ങനെ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, വേഗത്തിൽ വരേണ്ടതാണ്. അതായത് ഇത്രയും കാലം നമ്മൾ അത് റൂമറാണ്, അത് വെറുതെ പറയുന്നതാണ് എന്നൊക്കെ ആയിരുന്നല്ലോ പലപ്പോഴും പല കാര്യങ്ങളും. ഇപ്പോൾ അത് ഒരു കൃത്യമായ ഒരു ഔദ്യോഗികമായ ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുക. അപ്പം ഇനി നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാൻ നിർവാഹമില്ലല്ലോ. ഇനിയും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ആർജവം കൂടെ എല്ലാവരും കാണിക്കണം. അപ്പൊ അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. കാരണം നമുക്ക് ഒരു പ്രശ്നം നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെയൊക്കെ തന്നെ സെറ്റുകളിലും ഞാൻ എല്ലാവരോടും പറയുന്നതാണ് എപ്പോഴും, നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ നിങ്ങൾ അത് ഒരിക്കലും മറച്ചു വെക്കരുത്. പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് പരിഹരിക്കപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് എന്ത് പ്രശ്നം, ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ഏത് തരം മനുഷ്യരുടെ പ്രശ്നമായാലും ഒരു പ്രശ്നം ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞ് നമുക്ക് ഉച്ചത്തിൽ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അതിന്റെ ഔദ്യോഗികമായ ഏറ്റവും ആരെയാണ് അറിയിക്കേണ്ടത് അവരെ അറിയിച്ചെങ്കിൽ മാത്രം ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജിയോ ബേബി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ഈ റിപ്പോർട്ട് വളരെയധികം സൂക്ഷ്മതയോട് കൂടി നോക്കിയിരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്രത്തോളം നിർണായകമായ കാര്യങ്ങൾ അദ്ദേഹം, അത് കൃത്യമായിട്ടുള്ള നടപടി അത് വളരെ വേഗം ഉണ്ടാകണം എന്നുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചത്.